ഇപ്പോൾ തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു MP ഉണ്ടെങ്കിൽ അത് ഞാനാണ്. BJPൻ്റെ കാൻഡിഡേറ്റാണ്. നരേന്ദ്രമോദിജീൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ഇനി ഇവിടെ കാര്യം സാധിക്കാൻ പോകുന്ന ഒരു ഈരയാണ് 26 ഏപ്രിൽ കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. മോദിയുടെ വികസനം, നമ്മുടെ വികസിത് ഭാരതം, ഒരു വികസിത് തിരുവനന്തപുരം, അതാണ് വോട്ടിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്. ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത്, മധ്യകേരളത്തിൻ്റെ പൊതുവായ തെരഞ്ഞെടുപ്പ് ചിത്രം, മുന്നണികളുടെ പ്രതീക്ഷകൾ, പ്രചാരണത്തിൻ്റെ വേഗം, ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മൾ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ, ഇതൊക്കെ പരിചയപ്പെടുത്തും, വിശകലനം ചെയ്യും. ശ്രീകാന്ത്, തെരഞ്ഞെടുപ്പിൻ്റെ തീയതി ആയിരിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഏപ്രിൽ 26 കേരളം വിധിയെഴുതാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് തീയതി വന്നതിന് പിന്നാലെ പ്രതികരണങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്ഥാനാർത്ഥികളുടെ, നേതാക്കളുടെ ഒക്കെ. മധ്യകേരളത്തിൻ്റെ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂർ പോലെ ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന ഇടങ്ങൾ, വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, മുന്നണികളുടെ ഏറ്റവും ഒടുവിലുള്ള നീക്കങ്ങൾ, പ്രതീക്ഷകൾ എങ്ങനെ വിലയിരുത്താം ശ്രീകാന്ത്? ശ്രീജിത്ത്, 7 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് മധ്യകേരളം എന്ന് പറയുന്നത്. അതായത് പാലക്കാട് തുടങ്ങി തൃശ്ശൂർ, ആലത്തൂര്, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ഇതിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വീറും വാശിയുമേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ NDAയും അതോടൊപ്പം തന്നെ LDFും UDFും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് BJP എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് അവർ A+ മണ്ഡലമായി കരുതുന്ന തൃശ്ശൂരിൽ ആണ്. അവിടെ സിനിമാ താരം കൂടിയായ സുരേഷ് ഗോപി NDAയ്ക്കായി കളത്തിലിറങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതൊരൽപ്പം വൈകിയാണെങ്കിലും അദ്ദേഹം ഏതാണ്ട് 1 വർഷത്തിലേറെയായി അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. VS സുനിൽകുമാർ, മുൻ മന്ത്രി, തൃശ്ശൂരിൻ്റെ സ്വന്തം നേതാവ് എന്ന രീതിയിൽ പറയാവുന്ന വ്യക്തിയാണ് LDFിന് വേണ്ടി അവിടെ കളത്തിലിറങ്ങുന്നത്. K കരുണാകരൻ്റെ മകൻ, മുൻ KPCC അധ്യക്ഷൻ, ഏത് മണ്ഡലത്തിൽ പരീക്ഷിച്ചാലും വിജയം നേടാൻ കെൽപ്പുള്ളയാൾ എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്ന K മുരളീധരനാണ് UDFിന് വേണ്ടി തൃശ്ശൂരിൽ പടക്കിറങ്ങുന്നത്. അതിനാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി തൃശ്ശൂർ മാറുന്നു. മധ്യകേരളത്തിൽ ഒരു മണ്ഡലം മാറുന്നു. പാലക്കാടേക്ക് വരികയാണെങ്കിൽ അവിടെ BJPയുടെ C കൃഷ്ണകുമാറാണ് NDAയ്ക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത്. A വിജയരാഘവൻ, അദ്ദേഹം CPMൻ്റെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി കളം നിറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി LDFിന് അവിടെ കളം പിടിക്കാൻ സാധിച്ചു. മറ്റൊരാൾ VK ശ്രീകണ്ഠനാണ്, അവിടുത്തെ സിറ്റിംഗ് MP ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നില്ലെങ്കിലും താൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുറപ്പിച്ച് പ്രചാരണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. വീറും വാശിയും അവിടെയും പ്രകടം. ആലത്തൂരാണ് ശ്രദ്ധേയമായ മറ്റൊരു മണ്ഡലം. അതിൽ ഈ രമ്യ ഹരിദാസ് സിറ്റിംഗ് MPക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിലവിൽ മന്ത്രി കൂടിയായ K രാധാകൃഷ്ണൻ അവിടെ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് സിറ്റിംഗ് MPക്ക് K രാധാകൃഷ്ണൻ. അവിടെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ വലിയ തോതിൽ കനക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അവിടെ നേരിട്ടെത്തി K രാധാകൃഷ്ണനെ വെല്ലുവിളിച്ച് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് വരികയാണെങ്കിൽ ചാലക്കുടിയിലേക്കാണ് എത്തുന്നത്. മുൻമന്ത്രി C രവീന്ദ്രനാഥ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണ രംഗത്ത് സജീവമായി LDFിന് വേണ്ടി പ്രചാരണത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ ബെന്നി ബെഹനാനാണ് കോൺഗ്രസ് നേതാവ്, A ഗ്രൂപ്പ് നേതാവായ ബെന്നി ബെഹനാനാണ് UDFിന് വേണ്ടി ഇറങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും പിന്നീട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി എത്തി. അദ്ദേഹത്തിനൊരു ചെറിയ വെല്ലുവിളി ഉയർത്തുന്നത് 2020യുടെ സാന്നിധ്യമാണ്. 2020ക്ക് കാര്യമായ വോട്ടുണ്ട്, സ്വാധീനമുണ്ട് ആ മേഖലയിൽ. കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിച്ചു മാറ്റാൻ 2020ക്കാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. BJPയുടെ സ്ഥാനാർത്ഥിയും BDJ സ്ഥാനാർത്ഥിയും ആ മേഖലയിൽ അവിടെ ശക്തമായ സാന്നിധ്യം തന്നെയാണ്. എറണാകുളത്തേക്ക് വന്നാൽ സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ ഇക്കുറി CPMനായി പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് നിലവിൽ KJ ഷൈൻ ടീച്ചർ മത്സരിക്കുന്നത്. അവർ ലത്തീൻ സമുദായ അംഗം കൂടിയാണ് എന്നതിനാൽ തന്നെ ഈ സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയാണ്. പറവൂർ മുനിസിപ്പൽ കൗൺസിലർ കൂടിയാണ് അവർ. ഹൈബീഡനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് MP ആണ്, മേൽക്കൈയുണ്ട്. BJP സ്ഥാനാർത്ഥിയെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ വലിയ മനുഷ്യ വന്യജീവി സംഘർഷം നടക്കുന്ന മേഖലയാണ്. സർക്കാർ പ്രതിരോധത്തിലാണ്. ഇതിനോടകം 3 മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു അവിടെ ഈ വന്യജീവി ആക്രമണത്തിൽ. അത് മുതലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ കളത്തിലുള്ളത്.
LDF-ന് വേണ്ടി ജോയ്സ് ജോർജ് മുൻ MP ആണ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയൊക്കെ സ്ഥാനാർത്ഥിയായി നേരത്തെ മത്സരിച്ച് ജയിച്ചയാളാണ് അദ്ദേഹം. BJPയെ സംബന്ധിച്ച് BDJSന്റെ സ്ഥാനാർത്ഥി, NDA സംബന്ധിച്ച് BDJSന്റെ സംഗീത വിശ്വനാഥനെ ഇന്ന് പ്രഖ്യാപിച്ച് അവരും കളത്തിലുണ്ട്. കോട്ടയത്ത് വന്നാൽ കേരള കോൺഗ്രസ്സുകാരുടെ പോര് അവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഫ്രാൻസിസ് ജോർജും അതോടൊപ്പം തോമസ് ചാഴിക്കാടനും ഏറ്റുമുട്ടുന്നു. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇരു കൂട്ടരും സജീവമാണ്. അവിടെ തുഷാർ വെള്ളാപ്പള്ളിയാണ് NDAക്ക് വേണ്ടി അവിടെ പ്രചാരണത്തിന് അവിടെ സ്ഥാനാർത്ഥിയെ എത്തുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അദ്ദേഹവും വരും ദിവസങ്ങളിൽ കളം നിറയും.